ആദ്യ രാത്രി പാലുമായി മേഘ മുറിയിലേക്ക് വരുമ്പോൾ ഹരി അവിടെ ഉണ്ടായിരുന്നില്ല. പാൽ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചിട്ട് വാതിൽ ചാരി അവൾ കട്ടിലിൽ വന്നിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും മരണത്തോടെ അനാഥയായ മേഘ കല്യാണം കഴിയുന്നതുവരെ അപ്പച്ചിയുടെ കൂടെയാണ് കഴിഞ്ഞിരുന്നത്. അപ്പച്ചിയുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു പെൺകുട്ടിയെ പെണ്ണ് കാണാൻ വന്ന ഹരി മേഘയെ കണ്ടിഷ്ടപ്പെട്ട് അവിടെ ചെന്ന് പെണ്ണ് ചോദിച്ചതാണ്. ഹരിക്ക് ബിസിനസ്സാണ്. അവൻ്റെ അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയതാണ്. അച്ഛൻ്റെയും അമ്മയുടെയും മരണത്തോടെ തനിച്ചായ അവനെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ അങ്കിളാണ്. ഹരി പ്രായപൂർത്തിയായപ്പോൾ അച്ഛൻ്റെ ബിസിനസ് അങ്കിൾ അവനെ ഏൽപ്പിച്ചു. അച്ഛനും അമ്മയും മരിച്ച് അനാഥയായ അവന് ഒരു മേഘയെപ്പോലെ അനാഥയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനായിരുന്നു ഇഷ്ടവും. അതുകൊണ്ട് വേണ്ടപ്പെട്ട കുറച്ച് ബന്ധുക്കളെയും കൂട്ടി അവളുടെ അപ്പച്ചിയുടെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കുമ്പോൾ ഒരു ഭാരം പോകട്ടെ എന്ന് കരുതി അവനെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിക്കാതെ മേഘയുടെ അപ്പച്ചി അവളെ അവന് കല്യാണം കഴിച്ചു കൊടുത്തു. അമ്പലത്തിൽ വെച്ച് താലി കെട്ടി ഹരി മേഘയെ സ്വന്തമാക്കി. കല്യാണം ലളിതമാക്കിയെങ്കിലും അന്ന് വൈകുന്നേരം ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും നാട്ടുകാരെയും ഒക്കെ വിളിച്ചുകൂട്ടി ആഡംബരമായ റിസപ്ഷൻ അവൻ്റെ വീട്ടിൽ നടത്തി. ബിസിനസ് ആയതിനാൽ ഒരുപാട് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. രാത്രി 12 മണിവരെ പാർട്ടി നീണ്ടുനിന്നു. ആളുകളെല്ലാം പോയതും മേഘ ഒത്തിരി ക്ഷീണിച്ചു പോയിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് തിരികെ റൂമിൽ വന്ന് റിസപ്ഷൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ച് ഫ്രഷായി വന്ന മേഘയുടെ കയ്യിലേക്ക് ഹരിയുടെ വകയിലെ ഏതോ ഒരു അമ്മായി ഒരു ഗ്ലാസ് പാലും കൊണ്ടുകൊടുത്തു. അലങ്കരിച്ച മുറിയിലേക്ക് അമ്മായി അവളെ കൊണ്ടാക്കിയിട്ട് പോയി. ഇരുനിലയിൽ പണി കഴിപ്പിച്ച അടിപൊളി വീടായിരുന്നു ഹരിയുടേത്. താഴെയും മുകളിലുമായി കുറേ റൂമുകളുമുണ്ട്. അവർക്ക് മണിയറയായി അലങ്കരിച്ചിരുന്ന മുറി മുകൾ നിലയിൽ ഏറ്റവും നടുക്കത്തെ ഒരു മുറിയായിരുന്നു. മേഘ, ഞാൻ വരാൻ കുറച്ച് ലേറ്റാകും. താഴെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അവരെ പറഞ്ഞു വിട്ടിട്ട് മുറിയിലെത്തുമ്പോഴേക്കും ഒരു നേരമാകും. അതുകൊണ്ട് താൻ കാത്തിരുന്ന് മുഷിയണ്ട. ഉറക്കം വരികയാണെങ്കിൽ കിടന്നുറങ്ങിക്കോളൂ. ഹരിയെയും കാത്ത് മുറിയിലിരുന്ന് അവളുടെ അടുത്തേക്ക് വന്ന ഹരി അവളോട് അത്രമാത്രം പറഞ്ഞിട്ട് വേഗം താഴേക്ക് ഇറങ്ങിപ്പോയി. ഒരു മിന്നായം പോലെയാണ് കഴുത്തിൽ താലി കെട്ടിയവനെ അവൾ കണ്ടത്. മേഘ കുറച്ചു സമയം എന്ത് ചെയ്യണമെന്നറിയാതെ ഒരേ ഇരിപ്പ് തുടർന്നെങ്കിലും പിന്നീട് അവൾ കട്ടിലിന് ഒരു വശം ചരിഞ്ഞു കിടന്നു. നല്ല ഉറക്കക്ഷീണം ഉണ്ടെങ്കിലും പരിചയമില്ലാത്ത വീടും ആൾക്കാരും ഒക്കെ ആയതിനാൽ അവൾക്ക് ഉറക്കം വന്നതേയില്ല. ഹരിയുടെ ആലോചന ആദ്യം വന്നപ്പോൾ ഒരുപാട് സന്തോഷം അവൾക്ക് തോന്നിയെങ്കിലും പണക്കാരനായൊരു ഭർത്താവിനേക്കാൾ സാധാരണക്കാരനായ ഒരുവനെയായിരുന്നു അവൾ ജീവിത പങ്കാളിയായി ആഗ്രഹിച്ചത്. പക്ഷേ ഇങ്ങോട്ട് ഇഷ്ടം പ്രകടിപ്പിച്ചു വന്ന ഹരിയെ ഇഷ്ടപ്പെടാതിരിക്കാൻ അവളും പ്രത്യേകിച്ചൊരു കാരണവും കണ്ടില്ല. അപ്പച്ചിയോട് മാന്യമായി വന്ന് പെണ്ണ് ചോദിച്ച് കെട്ടിക്കൊണ്ടു പോയതിനാൽ ഹരിയോട് അവൾക്കൊരു ബഹുമാനവും തോന്നി. രാത്രി ഏറെ വൈകുന്നവരെ ഹരിയുടെ വരവും കാത്തിരുന്നെങ്കിലും അവർ റൂമിലേക്ക് വന്നതേയില്ല. താഴെ സ്വീകരണമുറിയിൽ ആരുടെയൊക്കെയോ പൊട്ടിച്ചിരികളും ബഹളങ്ങളും കേൾക്കാമായിരുന്നു. ഹരിയെയും കാത്തു കിടന്ന് അവൾ എപ്പോഴോ ഉറങ്ങിപ്പോയി. മേഘ ഉറങ്ങിയെന്ന് ഉറപ്പായതിനു ശേഷം ആ മുറിയിലേക്ക് വരികയും ലൈറ്റ് ഓഫ് ചെയ്ത അജ്ഞാതൻ വാതിലടച്ച് കുറ്റിയിട്ടതിനു ശേഷം മേഘയുടെ അടുത്തായി വന്നു കിടന്നു. തൻ്റെ അരികിൽ ആരോ വന്ന് കിടക്കുന്നതും ശരീരത്തിൽ കൂടി വിരലോടിക്കുന്നതും തിരിച്ചറിഞ്ഞ മേഘ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു. ഹരിയേട്ടൻ എപ്പോ വന്നു? അവൻ്റെ മുഖം കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അവൾ അവനെ നേരെ മുഖം തിരിച്ചു ചോദിച്ചു. ഇപ്പോൾ വന്നതേ ഉള്ളൂ ഞാൻ. ഫ്രണ്ട്സ് പോയപ്പോൾ ലേറ്റായി. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ആ ചോദ്യം ചോദിക്കുമ്പോൾ അവൻ്റെ കൈകൾ അവളുടെ മുഖത്തും ശരീരത്തും ആർത്തിയോടെ എന്തോ പരതി നടന്നു. അവൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ അവൾക്കായില്ല. അനുവാദം ചോദിക്കാതെയുള്ള തൻ്റെ ശരീരത്തിലെ ഹരിയുടെ സ്പർശനങ്ങൾ അവൾക്ക് ബുദ്ധിമുട്ടുളവാക്കി. ഹരിയേട്ടാ, ഇപ്പം തന്നെ ഇതൊക്കെ വേണോ? എനിക്ക് കുറച്ചുകൂടി സമയം വേണം. അവളുടെ മാറിടങ്ങൾ തേടിയലഞ്ഞ അവൻ്റെ കൈകളിൽ പിടുത്തമിട്ടുകൊണ്ട് മേഘ അത് പറഞ്ഞതും ഹരി അവളെ കൈകൾ കൊണ്ട് തട്ടിമാറ്റി. ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ്. ഈ ദിവസം ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഉണ്ടാകൂ. അതുകൊണ്ട് നീ തടസ്സം നിൽക്കരുത്. ഞാൻ നിന്റെ ഭർത്താവാണ്. നിന്നിൽ എനിക്കിപ്പോൾ പൂർണ്ണ അവകാശമുണ്ട്. അത് പറഞ്ഞതും അവൻ അവളുടെ അധരങ്ങൾ കടിച്ചെടുത്തു നുണഞ്ഞു. ആദ്യമൊക്കെ എതിർപ്പ് തോന്നിയെങ്കിലും പേരറിയാത്ത ഒരു സുഖം അവൻ്റെ സ്പർശനത്തിൽ അവൾ അനുഭവിച്ചു തുടങ്ങി. അവളുടെ ചുണ്ടുകളെ താലോലിച്ചു കൊണ്ടിരുന്ന അവൻ്റെ അധരങ്ങൾ താഴെ കരിച്ചിറങ്ങി. ആവേശത്തോടെ അവൻ അവളുടെ ദേഹത്തെ കമർന്നു. ആദ്യമൊക്കെ ഒരു ഭയവും ഇഷ്ടക്കേടും തോന്നിയെങ്കിലും പോകെ അവളും മതിമറന്നു. ഒടുവിലെല്ലാം കഴിഞ്ഞ് ഹരിയുടെ നെഞ്ചിൽ തല ചായ്ച്ചു വെച്ച് അവൾ ഉറങ്ങി. പക്ഷെ നേരം പുലർന്ന് കണ്ണു തുറന്ന് നോക്കിയ മേഘ അരികിൽ കിടക്കുന്ന അപരിചിതനായ മധ്യപുരുഷനെ കണ്ട് ഞെട്ടിപ്പിടഞ്ഞെണീറ്റു. തലേന്ന് രാത്രി തനിക്കൊപ്പം കിടക്ക പങ്കിട്ടത് ഭർത്താവല്ലെന്നും അതേതോ അന്യനായ പുരുഷനാണെന്നുമുള്ള തിരിച്ചറിവ് അവളെ ഭയചകിതയാക്കി. ബെഡ്ഷീറ്റ് കൊണ്ട് ശരീരത്തിലെ നഗ്നത മറച്ച് അലറിക്കരഞ്ഞുകൊണ്ടവൾ വാതിലിന് നേർക്ക് പാഞ്ഞതും മുറിയുടെ വാതിൽ തുറന്ന് ഹരി അകത്തേക്ക് കയറി വന്നു. റൂമിലേക്ക് വന്ന സമയത്താണ് കട്ടിലിൽ കിടന്ന പുരുഷനെയും ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റത്. ആർത്തിയോടെ മേഘയെ ഒന്ന് നോക്കിയ ശേഷം തൻ്റെ വസ്ത്രങ്ങൾ ശരിയാക്കി അവൻ പുറത്തേക്ക് പോയി. ഹരി ചെന്ന് ഡോർ അടച്ച ശേഷം കട്ടിലിൽ വന്നിരുന്നു. എന്താ ഇവിടെ നടക്കുന്നത്? ആ ഇറങ്ങിപ്പോയ ആളാണോ
ഇന്നലെ എൻ്റെ കൂടെ ഇവിടെ ഹരിയേട്ടന് കൂടി അറിഞ്ഞുകൊണ്ടായിരുന്നു ഇതെല്ലാം. സർവ്വതും തകർന്നവളെപ്പോലെ കരഞ്ഞുകൊണ്ട് മേഘ ബെഡ്ഷീറ്റ് കൊണ്ട് തൻ്റെ നഗ്നത മറച്ച് മുറിയുടെ മൂലയിലേക്കിരുന്നു. എൻ്റെ ബിസിനസ്സിൻ്റെ ലാഭത്തിനു വേണ്ടി കന്യകയായ നിന്നെ എൻ്റെ കൂടെ ബിസിനസ് ചെയ്യുന്ന കിരണിന് കൊടുക്കേണ്ടി വന്നു. ഈ കൂട്ടുകച്ചവടത്തിൽ എനിക്ക് കോടികളുടെ ലാഭമാണ് മോളെ കിട്ടിയത്. ഇനി മുതൽ ഇങ്ങനെ പലരുമായി നിനക്ക് കിടക്കേണ്ടി വരും. എതിർക്കാതിരുന്നാൽ നിനക്ക് നന്നായി സുഖിക്കാം. ഇന്നലെ അവൻ്റെ കൂടെ കിടന്നുണ്ടാക്കിയ സീൽക്കാര ശബ്ദങ്ങളൊക്കെ ഞാൻ കേട്ടതാ. എല്ലാവരുടെ മുൻപിലും വഴങ്ങിക്കൊടുത്ത് ശരീരം നോവാതെ നിനക്ക് രക്ഷപ്പെടാം. പിന്നെ ഇവിടെ നടക്കുന്നത് ആരോടെങ്കിലും പറയാനോ രക്ഷപ്പെടാനോ ശ്രമിച്ചാൽ ഇന്നലെ ഇവിടെ നടന്നതൊക്കെ നാട്ടുകാർ കാണും. ആദ്യ രാത്രി ഭർത്താവിനെ ഉറക്കിക്കിടത്തിയിട്ട് അവൻ്റെ കൂട്ടുകാരനുമായി കിടക്ക ഒരു പെണ്ണിനായി ഞാൻ നാട്ടുകാർക്കും വീട്ടുകാർക്കും മുന്നിൽ ചിത്രീകരിക്കും. അതോടെ നാണം കെട്ട് നിനക്ക് ജീവിച്ചിരിക്കാൻ പോലും കഴിയില്ല. പല ലാഭങ്ങളും മുന്നിൽ കണ്ടു തന്നെയാണ് അനാഥയായ നിന്നെ ഞാൻ കെട്ടിക്കൊണ്ടുവന്നത്. അതാകുമ്പോൾ ചോദിക്കാനും പറയാനും ആരും വരില്ലല്ലോ. എൻ്റെ കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ നടക്കുകയും ചെയ്യും. ഹരിയുടെ ഓരോ വാക്കുകളും മേഘയെ അടിമുടി തളർത്തി. ബിസിനസ്സിൽ കൂടുതൽ വളരാനും ശോഭിക്കാനും വേണ്ടിയാണ് ഹരി അവളെ കിട്ടിയത്. താൻ വന്നകപ്പെട്ടത് വലിയൊരു ട്രാപ്പിലാണെന്നും അവിടുന്ന് തനിക്കൊരു രക്ഷപ്പെടൽ സാധ്യമല്ലെന്നും വേദനയോടെ അവൾ തിരിച്ചറിഞ്ഞു. തലേന്ന് വരെ താൻ കണ്ടതും അറിഞ്ഞതുമായ ഹരിയല്ല ഇപ്പോൾ താൻ കണ്ടവനെന്ന് അവൾ പേടിയോടെ മനസ്സിലാക്കി. ആത്മഹത്യ ചെയ്യാൻ പോലും കഴിയാതെ അവൻ്റെ വീട്ടുതടങ്കലിൽ കിടന്ന് നരകിക്കാനായിരുന്നു ആ പെണ്ണിൻ്റെ വിധി. അവൻ്റെ ആജ്ഞപ്രകാരം അവൾക്ക് പലരുമായും കിടക്ക പങ്കിടേണ്ടി വന്നു. തൻ്റെ അവസ്ഥ ആരെയെങ്കിലും ഒന്ന് അറിയിക്കാനോ അവിടുന്ന് രക്ഷപ്പെടാനോ മേഘയ്ക്ക് കഴിഞ്ഞില്ല. ഭർത്താവിൻ്റെ പീഡനങ്ങൾ സഹിച്ച് ആരുടെയൊക്കെയോ കൂടെ കിടക്ക പങ്കിട്ട് മടുത്തു കഴിയുമ്പോഴാണ് അവളെ തേടി ആ സന്തോഷ വാർത്ത എത്തിയത്. ഹരി സഞ്ചരിച്ചിരുന്ന കാർ ആക്സിഡന്റിൽ പെട്ടുവെന്നതായിരുന്നു ആ വാർത്ത. മദ്യപിച്ച് വാഹനം ഓടിച്ചിരുന്ന ഹരിയുടെ കാർ നിയന്ത്രണം തെറ്റി ഡിവൈഡറിലിടിച്ച് മറിയുകയായിരുന്നു. അപകടത്തിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അവൻ മരണപ്പെട്ടിരുന്നു. അവൻ്റെ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാനാവാതെ ഹരിയുടെ വീട്ടിൽ കഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്ന മേഘയ്ക്ക് അതോടെ സ്വാതന്ത്ര്യം ലഭിച്ചു. അവൻ്റെ മരണത്തോടെ അവൻ്റെ സ്വത്തുവകകളെല്ലാം അവളുടെ പേരിലേക്ക് വന്നു ചേർന്നു. ഹരിയുടെ മരണത്തോടെ തന്നെ മറ്റ് ശല്യങ്ങളും അവൾക്ക് പിന്നീടുണ്ടായില്ല. ബിസിനസ് ഏറ്റെടുത്ത് ഇതിൽ നിന്നും കിട്ടുന്ന ലാഭം കൊണ്ട് മറ്റുള്ളവരെ സഹായിച്ച് അവൾ പിന്നീടുള്ള ജീവിതം തള്ളി നീക്കി. എന്നെങ്കിലും തന്നെ മനസ്സിലാക്കി സ്നേഹിക്കാൻ ഒരാൾ വന്നാൽ സ്വീകരിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറായിട്ടായിരുന്നു അവളുടെ മുന്നോട്ടുള്ള ജീവിതം. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.